നമസ്കാരം, ഞാൻ മൃണാൾ. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഓൾമോസ്റ്റ് എല്ലാ കുടുംബാംഗങ്ങളും കൊച്ചിയിലുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിലായിരുന്നു. എല്ലാ ആഘോഷങ്ങൾക്കും ബൈ ഡീഫോൾട്ട് ഒരു തകരാറുണ്ടല്ലോ, തീർന്നു പോവും. ഈ തീർന്നു പോകുന്നതിന് മുമ്പുള്ള മൊമെൻ്റാണിത്, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ. ഈ വീഡിയോ എടുക്കേണ്ട ഇതിൻ്റെയാണ്. ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ക്യാപ്ചർ ചെയ്യാലോ. ഇതിൻ്റെ കഥാസംവിധാനം എൻ്റെ ഭാര്യയാണ്. ഞാൻ നേരത്തെ വേറൊരു മര്യാദക്കുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വർക്കൗട്ട് ആവാൻ പോകുന്നില്ല, കാരണം അവിടെ ലൈറ്റ് ഇല്ല. പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. പിന്നെ ലൈറ്റ് ഉണ്ടാവില്ല എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാത്തതുകൊണ്ട് എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ലൈറ്റില്ല എന്ന് അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാനം ഉണ്ടാവുമല്ലോ. എല്ലാവരും പോയതിൻ്റെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എത്രയോ വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഈ ഫ്ലാറ്റ് കുറച്ചധികം വലുതല്ലേ എന്നെനിക്ക് തോന്നി. ആരുമില്ല ഇവിടെ. സാധാരണ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ വെറുതെ പോയിരിക്കുന്ന സമയത്ത് ഒരു വലിപ്പം കൂടുതൽ, ഒരു ആൾക്കൂട്ടമില്ലായ്മ. ഇതാണ് വെങ്ങലാട്ട് കേശവൻ, ഞങ്ങളുടെ ആനയാണ്. അതിന് വരെ വമ്പിച്ച വിഷമം വരാൻ എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കണം. തൊട്ടടുത്ത് ഒരു ഗംഭീര റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ക്യാബേജ് വെള്ളം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ കോവയ്ക്കൊക്കെ സൈഡിലുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. മീൻ കറിയുണ്ട്, പിന്നെ അയില, മത്തി എന്നിവകൾ പൊരിച്ചതുണ്ട്. അതിന് പുറമെ കാളാഞ്ചി പൊള്ളിച്ചതും ഉണ്ട്. സ്റ്റാർട്ടറുണ്ട്, മത്തി. ആക്ച്വലി ആ നൊസ്റ്റാൾജിയ മറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് നടക്കണം വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക്. ആ വഴിക്ക് ചലച്ചിത്രഗാനം പാടുന്നുണ്ടാവും റേഡിയോയിൽ. എല്ലാ വീട്ടിലും നമുക്ക് കണ്ടിന്യൂറ്റി നല്ലോണം കിട്ടും. 10 മിനിറ്റിനിടയിൽ ഒരു 10-20 വീടുണ്ടെങ്കിൽ 20 വീട്ടിലും ഇത് തന്നെയാണല്ലോ പ്ലേ ചെയ്യുക റേഡിയോയിൽ. ഓരോ വീട്ടിൽ നിന്നും ഓരോ മീനിൻ്റെ മണമായിരിക്കും. ചില വീട്ടിൽ നിന്ന് മീനിൻ്റെ മണം ഉണ്ടാവില്ല. ആ ചില വീടുകളിൽ നിന്ന് കിട്ടിയ മത്തിയുടെ മണമാണിതിന്. ചെമ്മീൻ പൊടിയിൽ നിന്ന് ആദ്യമായിട്ട് ചെമ്മീൻ കിട്ടുന്നത്. അത് തുറക്കൽ വലിയൊരു കഷ്ടപ്പാടാണല്ലോ. അവർ പറഞ്ഞതാ ഞങ്ങൾ തുറന്നു തന്നോളാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ തുറന്നോളാമെന്ന്. ഒരു കത്രികയോ കട്ടിംഗ് പ്ലെയറോ കിട്ടുമോ? നല്ല ചൂടാണ്. ഒറ്റ മിനിറ്റ്, ഇത്തിരി ചോറുണ്ടാം, അപ്പോഴേക്കത് തണുക്കും. ഉണക്കമീനല്ല, ഇത് മുള്ളനാ. ചെറിയൊരു കഷ്ണം മുള്ളനാന്ന് വെച്ചിട്ട് അതിന് ഓവർ മുള്ളു. ഒടുക്കത്തെ ചൂടാ. അതിൻ്റെ ചൂട് മാറുന്നവരെ നമുക്ക് ഇത്തിരി മീൻകറിയും കൂടി കഴിക്കാം. ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇവിടുത്തെ പല കാര്യങ്ങളും എന്നെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു ട്രോമ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ച് ആഘോഷിക്കാൻ വന്നത്. ഇതെന്നെ ഗംഭീര ക്വാളിറ്റിയുള്ള സിമ്പിൾ ടേസ്റ്റി ഫുഡിനെ ഓർമ്മിപ്പിക്കുന്ന ഒബിയസ്ലി വീട്ടിലെ ഭക്ഷണം.
ഇത് നേരത്തെ മറ്റേ ചൂട് കാരണം എടുത്ത് മരിച്ചാണല്ലോ. വാടാ, ഒരു ചെറിയ കഷ്ണമായില്ല. എൻ്റെ പുളിയുണ്ടല്ലോ, ദാറ്റ്സ് അൾട്ടിമേറ്റ്. എല്ലാത്തിൻ്റെയും ബാലൻസിങ്ങിലാണല്ലോ കാര്യം. ഇത്തിരി ചെമ്മീൻ പൊടി ഇരുന്നോട്ടെ. വലിയ വലിയ മീനുകളൊക്കെ അവിടെ ഇരിക്കട്ടെ. ജസ്റ്റ് ചോറും ആ മത്തി ഫ്രൈ മാത്രം മതി.